ഏയ് സമയർ, ഒരു സെക്കൻഡ് നിക്ക്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, ഒരു സെക്കൻഡ്, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളി. ചോദിക്കല്ല, നിന്നോടല്ല പിന്നെ ആരോടെ ചോദിക്കുക. പിന്നെ എന്താ കുട്ടികളൊക്കെ ഇടക്കാലത്ത് മലേഷ്യയിലേക്കുള്ള ട്രെൻഡ് ഉണ്ട്, പഠനത്തിനും വേണ്ടി മലേഷ്യയിലേക്കാണ് കുട്ടികളൊക്കെ പോകുന്നത്. അതിന്റെ മറുപടി എന്ന് പറയാം. മലേഷ്യക്ക് ഇപ്പൊ കുട്ടികൾ വരുന്നത് പറഞ്ഞാല് മെയിൻ കാരണം നമ്മൾ നോക്കുമ്പോൾ ചെലവ് തന്നെയാണ്. നമ്മളെ ഫീന്റെ കോസ്റ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ പോകേണ്ട സ്ഥലമാണ് UK, കാനഡ, ഓസ്ട്രേലിയ. ഈ പറഞ്ഞ സ്ഥലത്തിന്റെ കാട്ടിയൊക്കെ 1-3 ചെലവ് നമുക്ക് ഫീസിനൊക്കെ ഈ മലേഷ്യയിൽ ഇപ്പൊ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ലിവിങ് എക്സ്പെൻസിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് മലേഷ്യ. ഈ ഓസ്ട്രേലിയ, UK ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം, IELTS എഴുതണം, ഇൻകം സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അങ്ങനത്തെ യാതൊരു പ്രശ്നം നമുക്ക് എന്തില്ല, മലേഷ്യയിലില്ല. സേഫ്റ്റിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ മലേഷ്യന്റെ സൈഡ് നോക്കുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ. ഇനിയിപ്പോൾ പെൺകുട്ടികൾക്കായാലും നമുക്ക് ആൺകുട്ടികളായാലും യൂണിവേഴ്സിറ്റിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓരോ യൂണിവേഴ്സിറ്റിക്ക് ആ യൂണിവേഴ്സിറ്റിൻ്റെതായ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. യൂണിവേഴ്സിറ്റി പോലീസ് ഉണ്ടാവും. പിന്നെ അക്കോമഡേഷനിൽ കയറണമെങ്കിൽ നമുക്ക് ആക്സസ് കാർഡ് വേണം, അവിടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എന്താണ്, നമ്മൾ താമസിക്കേണ്ട സ്ഥലത്തേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് കയറി വരാനോ അങ്ങനത്തെ പ്രശ്നം. പിന്നെ നമ്മൾ പൊതുവേ പുറത്തുള്ള ആൾക്കാരും മലേഷ്യത്തെ ആൾക്കാരും തന്നെ ഭയങ്കര കാം വെൽക്കമിങ് പീപ്പിളാണ്. അപ്പൊ യാതൊരു തരത്തിലുള്ള നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെന്താ, മലേഷ്യ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രി തന്നെയാണ്. അപ്പൊ നമ്മളെപ്പോലുള്ളവരുണ്ട്, ഏഷ്യൻസും ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനും കൂടിയാണ് മലേഷ്യ. ഇത് വുഡ്ബൈന് അല്ലേ? വുഡ്ബൈന്റെ പിന്നെ ബാങ്കറ്റ് ഹാളിൽ വെച്ച് ഈ വരുന്ന ഏപ്രിൽ 17 ഒരു നല്ല പ്രോഗ്രാം ഇട്ടാ. ഈ അതിനിടയിൽ ഞാൻ ഇത് പരിചയപ്പെടുത്താം. ഇതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ അനിയനാണ്, സമാഹിറാണ്. മലേഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന TJ സ്റ്റഡി സ്റ്റെപ്സിന്റെ റീജിയണൽ മാനേജറാണ് അല്ലേ കേരളത്തില്? അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ. മലപ്പുറം വുഡ്ബൈന്റെ ബാങ്കറ്റ് ഹാളിൽ വെച്ച് എന്താ നടക്കുന്നത്? അത് സ്റ്റുഡൻസിനും പാരന്റ്സിനും ഉള്ളതല്ലേ? ഇത് സ്റ്റുഡൻസിനും പാരന്റ്സിനും എല്ലാവർക്കും ഉള്ളതാണ്. എന്താ നടക്കുന്നത് വെച്ചാൽ TJ സ്റ്റഡി സ്റ്റെപ്സ് മലേഷ്യൻ എഡ്യൂക്കേഷൻ എക്സ്പോ. അതായത് നിങ്ങൾക്ക് മലേഷ്യ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലേഷ്യൻ യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ്സിനോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരമാണ് നമ്മൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. മലേഷ്യയിലെ യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ ഇവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് എന്താ, നമുക്ക് ഓരോ കാണാം യൂണിവേഴ്സിറ്റിനെ പറ്റിയും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിനെ പറ്റിയും. ഇനിയിപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റിനോട് ഡയറക്റ്റ് നമുക്ക് സംശയങ്ങൾ ചോദിച്ച് തീർക്കാം. നിങ്ങളുടെ ഇതേപോലെയുള്ള ഇവന്റ് വേറെ എവിടെ കേരളത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ? ഉണ്ട്. നമുക്ക് മലപ്പുറത്ത് മാത്രമല്ല, നമുക്ക് കാലിക്കറ്റ് ഉണ്ട് 18-ാം തീയതി 19-ാം തീയതി. ഏപ്രിൽ 18, 19 കാലിക്കറ്റ്. അതുപോലെ തന്നെ 22-ാം തീയതി കണ്ണൂരിലുണ്ട്. അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി കൊച്ചിയിലും ഉണ്ട്. അപ്പോ ഇതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെ, കുട്ടികൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ലിങ്ക് കയറിക്കാണ്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണ് വേണ്ടി, ഏത് ലൊക്കേഷനിലാണ് വേണ്ടി വെച്ചെങ്കിൽ അതിൽ സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ രജിസ്ട്രേഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. എല്ലാം ഫ്രീ ആട്ടോ, നമ്മളൊന്നും ചാർജ് ഒന്നുമില്ല. അതിന് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്. വാട്സ്ആപ്പ് നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കാം, നമുക്ക് അത് കൊടുക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൽ മെസ്സേജ് അയച്ചാലും മതി, വിളിച്ചാലും മതി, നമ്മൾ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ പിന്നെ ഇനിയിപ്പോ വരുന്നവർക്ക് എന്തോ നിങ്ങളുടെ വക എന്തോ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞല്ലോ. വരുന്നവർക്ക് ഇനിയിപ്പോ ഈ ഇവന്റിന് വന്ന് നിങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റുഡന്റിന് നമ്മൾ $300 ക്യാഷ് ബാക്ക് കൊടുക്കുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ നമ്മൾ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ചെയ്ത 2 കുട്ടികളെ തിരഞ്ഞെടുക്കും. ടോട്ടൽ രജിസ്ട്രേഷൻ ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് വന്ന് യൂണിവേഴ്സിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന 2 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് ഒരു കുട്ടിക്ക് ഐപാഡും അതുപോലത്തെ ഒരു കുട്ടിക്ക് ആപ്പിൾ വാച്ചും നമ്മൾ കൊടുക്കും. മലേഷ്യയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരം യൂണിവേഴ്സിറ്റി ഉണ്ട്. മലേഷ്യ പഠിച്ചതല്ലേ? ഞാനും മലേഷ്യ പഠിച്ചത്. നമുക്ക് 3 തരം യൂണിവേഴ്സിറ്റി ഉണ്ട് മലേഷ്യയിൽ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുകൂടാതെ ഫോറിൻ ബ്രാഞ്ച് ക്യാമ്പസും ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ടൈലേഴ്സ്, സൺവേ, സെഗി യൂണിവേഴ്സിറ്റി, മൊണാഷ് യൂണിവേഴ്സിറ്റി. ഇനിയിപ്പോൾ നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റിക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയതാണ് യൂണിവേഴ്സിറ്റി മലായ. നമ്മള് വേൾഡിലെ ടോപ്പ് 64 റാങ്കിങ് വരേണ്ടതാണ്. അതുപോലെ തന്നെ ഫോറിൻ ബ്രാഞ്ച് ക്യാമ്പസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ UK സ്റ്റുഡൻസ് ഒക്കെ കയറി പോകേണ്ട നോട്ടിംഗം, സൗത്താംപ്ടൺ, മൊണാഷ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലൊക്കെ നേരിട്ട് കാണാനും അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനും യൂണിവേഴ്സിറ്റികളെ കുറിച്ച് കൂടുതൽ അറിയാനും ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും SLC കഴിഞ്ഞവർക്ക്, ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്ക് ഒക്കെ എല്ലാവരും അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഈ കാര്യം ഇത് ഒരു നഷ്ടമില്ല. നിങ്ങൾ അഡ്മിഷൻ ഒന്നും എടുക്കണ്ട അല്ലേ? അഡ്മിഷൻ ഒന്നും ഞങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ പോന്നോളി അല്ലേ? മലേഷ്യനെ പറ്റി പറഞ്ഞു. മലേഷ്യൻ എഡ്യൂക്കേഷൻ ഹയർ സ്റ്റഡീസിന്റെ സാധ്യതകളെ കുറിച്ച് അറിയാനാണ് സമാഹിറും അതേപോലെ തന്നെ മലേഷ്യൻ യൂണിവേഴ്സിറ്റികളിലെ
പിന്നെ റെപ്രസെന്റേറ്റീവ്സും ഇവിടെ വരുന്ന ഡേറ്റ് ഒന്നുകൂടെ പറഞ്ഞേ. 17-ാം തീയതി മലപ്പുറം വുഡ്ബൈന് ലൊക്കേഷൻ മലപ്പുറം വുഡ്ബൈൻ ലൊക്കേഷൻ വെച്ചാൽ മതി. മലപ്പുറം വുഡ്ബൈൻ നമ്മളെ കാവുങ്ങൽ റോട്ടിലുള്ള മലപ്പുറം വുഡ്ബൈനിൽ മിസ് ചെയ്യണ്ട. നീ മാക്സിമം വീഡിയോ പരമാവധി വീഡിയോ പല ആളുകളിലേക്ക് എത്തിക്കുക.